ഹായ് എഫ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുഖ്യമന്ത്രി ഓരോ ദിവസം ചെല്ലുമ്പോഴും ഓരോ റെക്കോർഡുകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. PSCക്ക് വരെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓരോ പ്രവർത്തനങ്ങളും. ആ ക്വസ്റ്റ്യനുകൾ ഇങ്ങനെയൊക്കെ ആവാം. ഏത് മുഖ്യമന്ത്രിക്ക് എതിരെ കൂവിയപ്പോഴാണ് പോലീസ് ആ കൂവിയ ആളെ കസ്റ്റഡിയിലെടുത്തത്? അതുപോലെ തന്നെ ഏത് ആൾ മുഖ്യമന്ത്രി ആയപ്പോഴാണ് മൈക്ക് കേടുവന്നതിൻ്റെ പേരിൽ മൈക്കെതിരെ കേസെടുത്തത്? ഇങ്ങനെ പല ക്വസ്റ്റ്യനുകളും നമ്മൾ ഇനി PSCക്ക് കാണേണ്ടി വരും. എല്ലാവരും പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. എനിക്ക് ചിരിയാണ് സത്യത്തിൽ വരുന്ന ഒരു മുഖ്യമന്ത്രി. ഇതിൻ്റെ നമ്മളെ ഫസ്റ്റ് പിണറായി വിജയൻ സാർ മുഖ്യമന്ത്രി ആവുന്ന ഇലക്ഷൻ്റെ സമയത്ത് പല കൗണ്ടറുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. RSSൻ്റെ വാളുകൾക്കിടയിൽ നെഞ്ചു വിരിച്ച് കടന്നു വന്നവരാണ് നമ്മുടെ മുഖ്യമന്ത്രി. അതുപോലെ തന്നെ ഇരട്ടച്ചങ്കുള്ള ഏക മുഖ്യമന്ത്രിയാണ് ഈ ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രി. വാളുകൾക്കിടയിൽ നടന്നു വന്ന മുഖ്യമന്ത്രിക്ക് ഒരു കൂവല് കേൾക്കുമ്പോൾ തന്നെ ഇറിറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ എത്രത്തോളം അധപതിച്ചു പോയി നമ്മുടെ ഈ സർക്കാർ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു പൗരന് ഒരു സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്കെതിരെ കൂവാൻ പോലും അവകാശമില്ലാതായോ നമ്മുടെ നാട്ടിൽ? കൂവാൻ പോലും അവകാശമില്ലാത്തൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ നേട്ടങ്ങളിൽ അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾ ഞാൻ വരെ കൈയടിച്ച ആളുകളാണ്. ഈ കൈയടിച്ച ആളുകൾ തന്നെയാണ് രണ്ടാം ഭരണത്തിനെതിരെ കൂവുന്നത്. അത് മനസ്സിലാക്കണം. അന്ന് കൈയടിച്ചതിക്ക് എന്തുകൊണ്ട് കേസെടുത്തില്ല? ഭരണ നേട്ടങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഭരിക്കുന്ന ആളുകളുടെ നന്മ കണ്ട് കൈയടിക്കുമ്പോൾ അതേ ആളുകൾക്ക് തന്നെ ഇത് അവരുടെ ഭരണത്തിൽ പോരായ്മ ഉണ്ടെങ്കിൽ കൂവാനും അവകാശമുണ്ട്. എന്തുകൊണ്ട് ആ സമയത്ത് കൂവുമ്പോൾ അല്ലെങ്കിൽ കൈയടിക്കുമ്പോൾ കേസെടുക്കുന്നില്ല? എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, ഈ രണ്ടാം പിണറായി സർക്കാർ ഇപ്പോൾ AKGയോ അല്ലെങ്കിൽ നമ്മുടെ EMSO അങ്ങനെ ആരെങ്കിലും മുൻ ജീവിച്ചിരുന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമുള്ള മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ നേതാക്കന്മാരോ ആരെയും കാണുന്നെങ്കിൽ അവരും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരും ഇതിലാറെ കുവിയുന്നു എന്ന് എനിക്ക് പറയാനുള്ളത്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്നും വളരെ വിദൂരത്താണ് CPM-ഉം അല്ലെങ്കിൽ LDFൻ്റെ ഭരണം എന്നുള്ളത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ അല്ലെങ്കിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയത്തോട് വിശ്വസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ പിൻപറ്റുന്നവർ, അതിനെ അനുകൂലിക്കുന്നവർ ഒരിക്കലും ഈ പിണറായി സർക്കാരിനെ അനുകൂലിക്കില്ല. 100% ഉറപ്പാണ്. ഇന്ന് പിണറായി സർക്കാരുകൾക്കെതിരെ അല്ലെങ്കിൽ ഈ ഭരണത്തിനെതിരെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതുപോലെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നതൊക്കെ ഈ ഇതുപോലുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എനിക്ക് മുഖ്യമന്ത്രിൻ്റെ കേസിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് പറയാൻ 100% ഉറപ്പില്ല. അങ്ങനത്തെ ഭരണമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇപ്പോൾ ഭരണം കാഴ്ചവെക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രസ്ഥാനത്തെയാണ് അവർ തലയിൽ വെച്ച് നടക്കുന്നത്. അല്ലാതെ ജനങ്ങളുടെ ക്ഷേമമോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ എന്ത് ചെയ്യില്ല. പക്ഷേ ഒന്നാം പിണറായി സർക്കാരിന് അതിന് ഞാൻ 100%, 10ൽ ഒരു 8 മാർക്ക് അല്ലെങ്കിൽ 9 മാർക്ക് ഞാൻ കൊടുക്കും. എനിക്ക് ഓർമ്മ വെച്ചതിൽ പല മുഖ്യമന്ത്രിമാരെയും കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭരണം എന്ന് എനിക്ക് പറയുന്നത് ഒന്നാം പിണറായി ഭരണം തന്നെയായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഭരണം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അന്ന് ഞാൻ കണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ മേന്മ എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്ന ഗവൺമെൻറ് സ്കൂളുകൾ ഈ ലെവലിൽ ഹൈടെക് ലെവലിൽ എത്താൻ കാരണം ആ സർക്കാർ തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ. പണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ജനങ്ങൾക്ക് പോകാൻ വളരെ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളും വൃത്തിയില്ലായ്മയും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ അതൊക്കെ മാറി നല്ല വൃത്തിയില്ല, നല്ല അടിപൊളി പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാൾ കവിച്ചു വെക്കുന്ന രീതിയിൽ ഹോസ്പിറ്റലുകൾ വരാൻ കാരണം ഒന്നാം പിണറായി സർക്കാർ തന്നെയാണ്. അതിന് ഞാൻ 10ൽ 9 മാർക്ക് അല്ലെങ്കിൽ 10ൽ 10 മാർക്ക് ഞാൻ കൊടുക്കും. അതുപോലെ തന്നെയാണ് പല റോഡുകളും ആ സമയത്തുണ്ടായ റോഡുകളൊക്കെ. അത് എൻ്റെ വീക്ഷണമായിരുന്നു കേട്ടോ. ഒരുപക്ഷെ നിങ്ങളുടെ വീക്ഷണങ്ങൾ വേറെ രീതിയിലാവാം. എങ്കിലും എൻ്റെ വീക്ഷണം വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ അതിന് എൻ്റെ ഓർമ്മയിലുള്ള സർക്കാരുകളിൽ ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച, അതുപോലെ തന്നെ കൊറോണ സമയത്ത് കിറ്റിനൊക്കെ കുറേ ആളുകൾ ട്രോളാറുണ്ടെങ്കിലും പക്ഷേ ആ സമയത്ത് കിറ്റ് പണിയും ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് കിറ്റ് കിട്ടിയത് വളരെ ഉപകാരപ്പെട്ട സംഗതി തന്നെ. അതൊക്കെ നോക്കുമ്പോൾ ആ ഭരണം എന്ന് പറയുന്നത് മികച്ചു നിൽക്കുന്നത് തന്നെയായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഏറ്റവും നല്ല ഭരണം, അതുപോലെ തന്നെ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും മോശപ്പെട്ട ഭരണം എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ പിണറായി സർക്കാർ തന്നെയാണ്.
അപ്പോൾ ഒന്നാമത്തെ പിണറായി സർക്കാർ ഞാൻ കൈയടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പിണറായി സർക്കാർ ഞാൻ കൂവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം അത്രയും വളരെ മോശപ്പെട്ട ഭരണമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കൈയടിച്ച എനിക്ക് കൂവാനുള്ള അവകാശമില്ലേ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത്? അപ്പോൾ അടിമകളായ ആളുകളോടല്ല എനിക്ക് സംസാരിക്കാനുള്ളത്, നിഷ്പക്ഷകരെ അല്ലെങ്കിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളോടാണ്. നിങ്ങളെ വിലയിരുത്തുക, എന്താണ് ഇവിടെ നടക്കുന്നത്? ഒരു കൂവാൻ പോലും നമുക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ എത്രത്തോളം അധപതിച്ചു പോയി നമ്മുടെ ഈ സംസ്ഥാനം എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീക്ഷണങ്ങളാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇത് തികച്ചും ചിലപ്പോൾ ഇതിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം, 100% ശരിയാവണമെന്നില്ല. എൻ്റെ വീക്ഷണമാണ്. ആ വീക്ഷണ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക തന്നെ വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.